ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇംഗ്ലീഷ് സെക്ഷനിൽ മുംബൈയിൽ നിന്നും ഒരു കുടുംബം ധ്യാനിക്കാൻ വന്നു. കുറച്ചു നേരം അവരുമായി സംസാരിച്ചു. ഞാൻ എങ്ങോട്ടോ പോകുന്ന സമയത്ത് അവരെൻ്റെ അടുക്കൽ വന്ന് അച്ഛ ഒന്ന് ബ്ലെസ്സിങ് തരാമോ എന്ന് ചോദിച്ചു. ബ്ലെസ്സിങ് ഒക്കെ കൊടുത്തു. അവരെന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ചോ, 8-9 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പുണ്യഭൂമിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരേ ഒരു പ്രാർത്ഥന, ഞങ്ങളുടെ വിശുദ്ധീകരണം, ഞങ്ങൾക്ക് മക്കൾ വേണം. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് മക്കളെ ലഭിച്ചു. 2 പേരുണ്ട്. 2 മക്കളെയും ഞാൻ കണ്ടു. അവർ കൂട്ടിച്ചേർത്തു. അച്ചോ, കോവിഡിൻ്റെ കാലഘട്ടം ഒഴികെ ബാക്കിയുള്ള എല്ലാ വർഷവും ഏകദേശം ഇതേ സമയത്ത് ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കും. ഒരാഴ്ച ദൈവത്തിന് നന്ദി പറയും. കാരണം ദൈവം തന്നതാണ് ഈ മക്കളെ. ദൈവത്തിൻ്റെ അനുഗ്രഹം മനസ്സിലാക്കിയത് ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ നിന്നാണ് എന്ന്. സ്നേഹമുള്ളവരെ, നന്ദി നിറഞ്ഞ ഒരു മനസ്സ്. നമുക്കറിയാലോ, 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന രംഗം. അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്കൊന്നും ഞാൻ അധികം പോകുന്നില്ല. പക്ഷേ ഒരാൾക്ക് മാത്രം ബോധ്യപ്പെട്ടു, സുഖപ്പെടുത്തിയത് ദൈവമാണ്, ഈശോ ആണ് എന്ന്. സുഖപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ പുറകോട്ട് തിരിഞ്ഞോടി ഈശോയുടെ അടുക്കിലേക്ക് ചെന്ന് നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ ആയിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ പലപ്പോഴും മരുന്ന് കഴിക്കാറുണ്ട്, പ്രതികൂല സാഹചര്യങ്ങളിലൂടെ പോകാറുണ്ട്. പക്ഷേ നമ്മളെ സുഖപ്പെടുത്തുന്നവൻ, കൈപിടിച്ച് നടത്തുന്നവൻ ഈശോയാണ്. ആ ഈശോയ്ക്ക് നന്ദി പറഞ്ഞാലും നമ്മുടെയൊക്കെ ജീവിതം തീരില്ല സഹോദരങ്ങളെ. അങ്ങനെയെങ്കിൽ നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ തമ്പുരാൻ്റെ മുമ്പിൽ ആയിരിക്കുവാൻ ശ്രമിക്കാം. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ, ഇടവിടാതെ നന്ദി പ്രകാശിപ്പിക്കുവിൻ എന്ന്. സ്നേഹമുള്ളവരെ, സന്തോഷത്തോടെ എപ്പോഴും ആയിരിക്കുവാൻ സാധിക്കുമോ? ഇടവിടാതെ എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കുവാനായിട്ട് സാധിക്കുമോ? സാധിക്കണം. വിശുദ്ധ പൗലോസിൻ്റെയും സീലാസിൻ്റെയും ഒക്കെ ജീവിതം നമുക്ക് എടുക്കാം. തടവറയിൽ ആയിരിക്കുന്ന അവസ്ഥ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ആഴങ്ങളിലേക്ക് പോകുന്നില്ല. ആ തടവറയിൽ ആയിരിക്കുന്ന സമയത്ത് പോലും കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടെ ദൈവത്തെ സ്തുതിക്കുവാനും ആ ചങ്ങലകളൊക്കെ കിലുക്കിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാനും അവർക്ക് സാധിച്ചു. അങ്ങനെ നന്ദി പറയുന്ന സമയത്താണ് ചങ്ങലകൾ പൊട്ടുന്നത്. വലിയ ഭൂകമ്പമൊക്കെ ഉണ്ടായി തടവറയുടെ വാതിലുകൾ തുറക്കപ്പെടുകയും അവർക്ക് പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളിലും ഇടവിടാതെ നന്ദി പറയുവാനായിട്ട്, കൃതജ്ഞത അർപ്പിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കുടുംബജീവിതം നയിക്കുന്നവരുണ്ടാവാം, സമൂഹ ജീവിതം നയിക്കുന്നവരുണ്ടാവാം. നിങ്ങളുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി നിങ്ങൾക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, എത്രമാത്രം അധ്വാനിക്കുന്നുണ്ട്. നിങ്ങളുടെ കുറവുകളൊക്കെ എത്രമാത്രം കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചുകൊണ്ടാ നിങ്ങളോടൊപ്പം ഈ ജീവിതകാലം മുഴുവൻ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾ എത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ട്. വേദനയോ വിഷമമോ അറിയാതെ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തന്ന് വളർത്തിയില്ലേ? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളെ ശുശ്രൂഷിക്കുന്ന മക്കൾ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്. എനിക്കറിയാം, തളർന്നു പോയ അമ്മായിപ്പിനെയും അമ്മായിമേനെയും ഒക്കെ 10, 15, 17 വർഷങ്ങളൊക്കെ ഒരു പ്രോഗ്രാമിന് പോലും പോകാതെ ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് അതിന് മാത്രം പോയി ബാക്കി ഒരു കാര്യത്തിനും പോകാതെ ശുശ്രൂഷിച്ച വ്യക്തികളെ, കുടുംബങ്ങളെ എനിക്കറിയാം. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവരോടൊക്കെ നന്ദി പറയണ്ടേ? എന്തു പുണ്യം ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ നമുക്ക് ലഭിക്കുക?
സ്നേഹമുള്ളവരെ, ജീവിതം ഹ്രസ്വമാണ്. ഹ്രസ്യമായ ഈ ജീവിതത്തിൽ 10, 15, 20 വർഷമൊക്കെ ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വ്യക്തി ത്യാഗം ചെയ്യുമ്പോൾ, അവൻ്റെ ആഗ്രഹങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമൊക്കെ മാറ്റിവെക്കുമ്പോൾ അത് വലുതല്ലേ? ആ സമർപ്പണം വലുതല്ലേ? അതിനേക്കാൾ വലിയ സമർപ്പണമുണ്ടോ? ഒരുപക്ഷെ ലക്ഷങ്ങൾ നമുക്ക് കൊടുക്കുവാൻ സാധിക്കാം. ലക്ഷങ്ങൾ കൊടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കാനായിട്ട് മറ്റുള്ളവരെ ഏൽപ്പിക്കാം. എന്നാൽ നമ്മൾ തന്നെ കൂടെ നിന്ന് രാപ്പകൽ നമ്മുടെ ജീവിത സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയണ്ടേ? ഒരുപക്ഷെ അങ്ങനെ ശുശ്രൂഷിക്കുന്നവരെ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പിറുപിറുത്തിട്ടില്ലേ? കുറ്റം പറഞ്ഞിട്ടില്ലേ? മുഖം കറുപ്പിച്ചിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ആ നിമിഷങ്ങളൊക്കെ തമ്പുരാന് കൊടുക്ക്. ഇതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, കരുണ കാണിക്കാൻ ദൈവം തന്ന ജീവിത പങ്കാളി, മക്കൾ, പ്രിയപ്പെട്ടവർ മറക്കരുതേ. കൃതജ്ഞതയോടുകൂടെ നോക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ.